അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ സുഹൃത്തിൻ്റെ കഴിഞ്ഞ കൊല്ലം വെച്ചൊരു ചെറുതേനീച്ചൻ്റെ പെട്ടിയുണ്ട്. അത് നമ്മൾ ഒരു കവുങ്ങിൻ്റെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് കഴിഞ്ഞ കൊല്ലം വെച്ചതേനി. അപ്പോൾ അതൊന്ന് എടുത്തു നോക്കുകയാണ്. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ നമ്മൾ പോകുന്നതാണ്. സാധനം ചെറുതേന വെച്ചാൽ മാർച്ച് അവസാനം ഏപ്രിൽ ഫസ്റ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മൾ സാധാരണ എടുക്കൽ കേട്ടോ. അപ്പോൾ ചെറുതേൻ്റെ പെട്ടി പൊളിച്ചു നോക്കുകയാണ്. പിന്നെ നമ്മൾ ചെറുതേൻ്റെ ബോക്സ് ഫസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ റാണീനെ കണ്ടെത്തുന്ന വലിയ തേനീച്ചൻ്റെ മാതിരി ഇതിൻ്റെ റാണിക്ക് പാറാൻ കഴിയില്ല. അപ്പോൾ ആദ്യം റാണീനെ കണ്ടെത്തണം. ഉണ്ട്. അപ്പോൾ ചെറുതേന അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, മുട്ടയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേനുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ റാണി എവിടെയാണ് നോക്കുകയാണ്. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് തേനെടുക്കാം. റാണീനെ തിരഞ്ഞ് പിന്നെ ചെറുതേ എടുക്കുമ്പോൾ ആണ് നമ്മൾ റാണീനെ റാണിയുണ്ട്. അപ്പോൾ നമ്മൾ റാണീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ റാണി അതിൻ്റെ തേൻ്റെ ഇതിലൊക്കെ അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാണി നഷ്ടപ്പെട്ട കോളനി ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റാണീനെ കണ്ടു തേനെടുക്കൽ തുടങ്ങി. അത്യാവശ്യം ക്വാളിറ്റിയുള്ള തേനാട്ടോ, അത്യാവശ്യം നല്ല തേനുണ്ട്. മക്കൾ കുറച്ച് കുറവാണെങ്കിൽ നമ്മളത് സെറ്റാക്കിക്കാണ്ട് രണ്ടാക്കല്ല ഉദ്ദേശം ഉണ്ടായി. അപ്പോൾ നമുക്ക് കരുതി അത്ര പുതിയ മുട്ടകൾ കൂട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ തേനെടുത്തുകൊണ്ട് അതേമാതിരി കൊടുക്കാനുള്ള പരിപാടിയാണ്. തേനെടുക്കുമ്പോൾ പിന്നെ എങ്ങനെയായാലും കുറച്ച് ഈച്ചകൾ എന്തായാലും തേൻ്റെ അടിയിൽ നമുക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെടും. മാക്സിമം നമ്മൾ ഈച്ച കുടുങ്ങാതെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ തേനെടുക്കാൻ നോക്കുക. പിന്നെ ആകെ ഒലിപ്പിച്ചാണ് എടുക്കാനും പറ്റില്ല. പിന്നെ മുട്ടനെയും പൂമ്പൊടിനെയൊക്കെ ചാരി നിൽക്കണ കുറച്ച് തേനും കുറച്ച് പൂമ്പൊടിയൊക്കെ നമ്മൾ അതിലൂടെ വെക്കും. ഒരു പോർഷൻ മാത്രമേ നമ്മൾ തേനെടുക്കുള്ളൂ, കുറച്ചായിട്ട് ഞങ്ങൾക്ക് ബാക്കി വെക്കും. അപ്പോൾ ഇതിന് ചാരില്ല നമ്മൾ എടുക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്തവിടെ ഈച്ചകൾക്ക് കുറച്ചും കൂടി ബാക്കി വെക്കും. പിന്നെ ഈ കോളനി എന്താ വെച്ചാൽ നമ്മൾ റാണി മുട്ട നോക്കിയപ്പോൾ നമുക്ക് പിരിച്ചാലേ റാണി മുട്ടയും കാണാനില്ല. പിന്നെ നമ്മൾ ബ്ലൈൻഡ് ഡിവിഷൻ ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലും റാണി ഉണ്ടാവില്ല. അപ്പോൾ 50-50 ചാൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് തേടുത്തുകാണ്ട് അതേമാതിരി കുടുക്കിയിട്ട് ഇനി സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ സാധാ പിരിക്കണ ഉചിതമായിട്ട് ടൈം കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ടൈം ആകുമ്പോൾ ഒന്നും കൂടി എടുത്ത് നോക്കിയിട്ട് നമുക്ക് പിരിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ തേനെടുക്കാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം തേനിൽ നല്ല കളറ് മാറ്റമുണ്ട്. സാധാ നമ്മൾ എല്ലാ തേനീച്ചക്കും ഒരേമാതിരി കളർ കിട്ടില്ല. അത് കുറച്ചും കൂടി ഡാർക്ക് നല്ല കളറുണ്ട് തേന്. പിന്നെ തേൻ നമ്മൾ അരിപ്പിയിൽ വെച്ചുകൊണ്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ വെയിലത്ത് വെച്ചാൽ ഓട്ടോമാറ്റിക് അതൊരു 2 മണിക്കൂറിനുള്ളിലൊക്കെ ഊർന്നിറങ്ങും. പിന്നെ ചെറുതേന് പീഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പലകൻ്റെ അടിയിൽ കുറച്ച് പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒക്കെപ്പാട് അതിൽ കലരും. അതുകൊണ്ടാണ് പീയരുത് എന്ന് പറയണത്. ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ തേനീച്ചക്ക് ബാക്കി വെക്കണം. അത് എന്തായാലും നമ്മൾ ബാക്കി വെക്കണം. പിന്നെ മഴക്കാലമാണ് വരുന്നത്. പിന്നെ ചെറുതേൻ്റെ ബോക്സ് ആണെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ ബോക്സ് അയച്ചു തരും കേട്ടോ. ബോക്സ് നമ്മൾ ഉണ്ടാക്കണതാണ്. അപ്പോൾ നമ്മൾ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.